ഈ CPM കേരളത്തിൽ പ്രതിപക്ഷത്തുണ്ടായിരുന്ന ഘട്ടങ്ങളിൽ എല്ലാ പദ്ധതികളും മുടക്കാൻ ശ്രമിച്ചു. ഈ പറയുന്ന നാഷണൽ ഹൈവേ ഞങ്ങൾ ചോദിക്കുന്നു, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഭരണാധികാരിയുടെ കാലത്ത് MK മുനീർ ഇത്തരം പ്രപ്പോസലുകളുമായി വരുമ്പോൾ ഗോപാലേട്ടൻ്റെ പശുവിന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സമരാഭാസം നടത്തി കേരളത്തിലെ ഇത്തരം വൻകിട റോഡ് ഉൾപ്പെടെയുള്ള ഗതാഗത സംവിധാനത്തെ കോട്ടം വരുത്തിയ വൈകിപ്പിച്ച ഭരണകൂടം അല്ലെങ്കിൽ വൈകിപ്പിച്ച പ്രസ്ഥാനത്തിൻ്റെ പേര് CPM എന്നല്ലേ. അവർ ഭരണത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ നാടിന് ഗുണകരമാകുന്ന പദ്ധതികളെ എതിർത്ത് സമരാഭാസം നടത്താൻ ഞങ്ങളില്ല. ഞങ്ങളതുകൊണ്ട് ഹൈവേകളെ എതിർക്കാൻ പോയിട്ടില്ല. ഗെയിൽ പദ്ധതി നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്തുകൊണ്ടാണ് ഗെയിൽ ഇത്രയും നാൾ അവർ മേന്മ നടിക്കുക? ഗെയിൽ ഞങ്ങൾ നടപ്പിലാക്കിയില്ലേ? ഗെയിൽ നടപ്പിലാക്കണമെന്നും നടപ്പിലാക്കുമെന്നും പറയാൻ തയ്യാറായ ഒരു ഭരണാധികാരി ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അന്ന് ആ ഗെയിലിനെതിരെ സമരം നടത്തിയതാരാ? ഇന്ന് അധികാരത്തിലിരിക്കുന്ന CPM അല്ലേ. ഈ CPM കേരളത്തിൽ പ്രതിപക്ഷത്തുണ്ടായിരുന്ന ഘട്ടങ്ങളിൽ എല്ലാ പദ്ധതികളും മുടക്കാൻ ശ്രമിച്ചു, എല്ലാ പദ്ധതികളും ഇല്ലാതാക്കാൻ ശ്രമിച്ചു പോയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അന്ന് MV രാഘവന്റെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ 1993 കാലഘട്ടങ്ങളിൽ വിഴിഞ്ഞത്തെ പറ്റിയുള്ള ചർച്ചകൾ വന്നില്ലേ? ആ ചർച്ചകൾക്കൊരു പഠനത്തിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറാകുമ്പോൾ അന്ന് വിഴിഞ്ഞം പദ്ധതി മുടക്കാൻ കേരളത്തിൻ്റെ CPM ആരോപിച്ച ആരോപണങ്ങൾ എന്തെല്ലാമായിരുന്നു? ആ രീതിയിൽ കേരളത്തിൽ ഏതേത് കാലത്ത് ഏതേത് പദ്ധതികൾ, വികസന പദ്ധതികൾ വരാറുണ്ടോ അതിനൊക്കെ ഇവർ എതിർ നിന്നു എന്നല്ലാതെ, ആ എതിര് നിന്നിട്ടും നടപ്പിലാക്കേണ്ട പദ്ധതി ആയതുകൊണ്ട് ഹൈവേ വികസനവും അതേപോലെ ഗെയിലും ഒക്കെ നടപ്പിലാക്കേണ്ടി വന്നു എന്നുമല്ലാതെ ഞങ്ങൾ സമരം ചെയ്യാൻ പോയോ? ഞങ്ങൾ എന്തെങ്കിലും അടിച്ചു പൊളിക്കാൻ പോയോ? ഓഫീസുകളും വണ്ടികളും തീടാൻ പോയോ? ഇല്ല. ഞങ്ങൾ ഈ നാടിൻ്റെ വികസനം വേണമെന്നാവശ്യപ്പെടുന്ന ആളുകൾ. പക്ഷേ വികസനങ്ങൾ ജനങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്താകണം എന്നത് മാത്രമേ ഞങ്ങളുടെ കാഴ്ചപ്പാടുള്ളൂ. അതുകൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാകുമ്പോൾ ആ തീരദേശ മേഖലയിലെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ കേട്ട് അവർക്ക് സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കാൻ തയ്യാറാകുന്നത്. അതുകൊണ്ടാണ് അത് നടപ്പിലാക്കാത്ത പിണറായി വിജയൻ വിഴിഞ്ഞത്തേക്ക് പോകുമ്പോൾ പങ്കായമെടുത്ത് ജനങ്ങൾ ഓടിക്കാൻ തയ്യാറാകുന്നത്. രണ്ട് ഭരണാധികാരികളെ ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നും രണ്ട് ഭരണാധികാരികൾ എങ്ങനെയാണ് ജനങ്ങളെ നോക്കിക്കാണുന്നതെന്നുള്ള കാഴ്ചപ്പാടുകളും ഉദാഹരണങ്ങളുമാണ് അതൊക്കെ തന്നെ.